ഹലോ ഗൈസ്, നമ്മൾ സാധനങ്ങളെല്ലാം കെട്ടിപ്പറക്കി പോവുകയാണ്. ഇത് മാത്രമല്ല, ഡിക്കിക്കകത്ത് വേറെ സാധനങ്ങളുണ്ട്. ഞാനും റൈസ ഒന്ന് തിരിഞ്ഞു നോക്കുമോ? ഞാനും ഈ അല്ല, ഇപ്പുറത്തൂടെ. ആ അതെ, റൈസ് എന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. ഭാഷ ഓണാക്കട്ടെ. ഹംറാസിനെ കയറ്റാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഹംറാസിനെ ഹോസ്റ്റലിൽ ഉപേക്ഷിച്ച് പോവുകയാണ്. നാളെ നാട്ടിൽ പോകണം, കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട്. നാളെ കൂടെ ഇപ്പോൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റും. ഒരുപാട് സാധനങ്ങളുണ്ട്. സോ ഇപ്പോഴേ മാറ്റിയില്ലെങ്കിൽ പിന്നെ മാറ്റാൻ സമയം കിട്ടില്ല. പിന്നെ തലവേദനയുടെ കാര്യം പറയാൻ മറന്നുപോയി. തലവേദന പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിട്ടുണ്ട്. ഒട്ടും സഹിക്കാൻ വയ്യാതായിട്ടുണ്ട്. ഹംറാസിൻ്റെ റിലേറ്റീവ് ഡോക്ടറെ വിളിച്ച് കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി കുറച്ച് മരുന്നൊക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിന്ന് വാങ്ങണം. വാങ്ങി കഴിച്ചില്ലെങ്കിൽ എൻ്റെ അവസ്ഥ പരിതാപകരമാവും. ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ പോകാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പോയാൽ നിക്കർ കയറും. 2 ദിവസം അഡ്മിറ്റ് ആയതിന് 25,000 രൂപ, ഒരു പനിക്ക് 15,000 രൂപ. അതുകൊണ്ടാണ് ഞാൻ എങ്ങനെയെങ്കിലും ഇത് മാറട്ടെ എന്ന് വിചാരിച്ച് പിടിച്ചു നിന്നത്. പക്ഷെ മാറുന്നില്ല ഗൈസ്. എന്തായാലും മരുന്നെല്ലാം മേടിച്ച് കഴിച്ചു നോക്കട്ടെ. ഇത് നോക്ക്, കണ്ടാ വിചാരിക്കും പുതിയ ട്രെൻഡാണെന്നൊക്കെ. ഇന്ന് തിരക്കിട്ട് ഇറങ്ങിയതിന്റെ ഇടയ്ക്ക് വലിച്ചു പറിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഹംറാസിന്റെ ഓരോരോ കളികളായി. 3 years വാറന്റി. 3 years 10 ATM അല്ല, 100 meter വാട്ടർ സ്റ്റാൻഡിന്റെ 10 ATM. റൊട്ടേറ്റിംഗ് ബെസൽ. റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ? കാണിക്കും, റൊട്ടേറ്റ് ചെയ്ത് കാണിക്കും. സമയം കാണും. റെയിൽവേ ടൈം ഉണ്ട്. 13, 14, 15, 16, 17. ഓ മോനെ, മറ്റെവിടെ ഉണ്ട് ഈ ഫീച്ചറിലുള്ള വാച്ച്? പട്ടി ഷോ എന്ന് പറഞ്ഞ പട്ടി ഷോ. കൊച്ചു പിള്ളേർ കിട്ടുന്നൊരു വാച്ചുണ്ട്, ടാഗ് വരച്ചിടാത്തൊരു ഷൂ ഉണ്ട്. എന്നിട്ട് ഷോയ്ക്കൊരു കുറവില്ല. പക്ഷെ ഷൂ കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫോട്ടോയിൽ കണ്ടതിനെക്കാട്ടിലും രസമുണ്ട് കാണാൻ. നമ്മളിവിടെ ഒലിവില് 4 ജമ്പോറൊക്കെ പാഴ്സൽ പറഞ്ഞിട്ടിരിക്കുക. പോകുന്ന വഴിക്ക് ട്രെയിനിലിരുന്ന് കഴിക്കാമെന്ന് കരുതി. നമുക്ക് 4 മണിക്ക് ട്രെയിൻ ഉണ്ട്. ഇപ്പം തന്നെ 3:15. പാഴ്സൽ വാങ്ങിയിട്ട് പോകണം. ഞാൻ റൈസും ചിഷും ഓൺ ദ വേ ആണ്. അവർക്കോട്ടുള്ള പാഴ്സൽ വാങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനായിട്ട് പോവാം. തുറക്ക് കയറി. ചൂടില് കുട്ടിയിട്ട് ട്രെയിൻ വന്നു ഗൈസ്. അത് ശരി. എടാ, അത്രയും ചൂടത്ത് പുറത്ത് നിന്നിട്ട് ഹുഡി ഇട്ടോണ്ട് നിന്നിട്ട് ഇത്ര നേരം ഒരു വെയിലത്ത് നിന്നിട്ടുണ്ടല്ലോ. ഹുഡി അവൻ അഴിച്ചിട്ടില്ല. എന്നിട്ട് തണുപ്പുള്ള ട്രെയിനകത്ത് കയറിയിട്ട് അവൻ ഹുഡി ഊരി കളഞ്ഞേക്കുന്നു. ഇവനെയൊക്കെ എന്താ ചെയ്യണ്ടേ? ഉറുമ്പിനെ തമ്മി തല്ലിക്കുന്ന എങ്ങനെയാ ദിശ ഇപ്പൊ പറഞ്ഞത്? ഒന്നിനെ കൊല്ലണം, അതായത് അവരുടെ സ്നേഹം നമ്മൾ തിരിച്ചറിയണം. അവരെങ്ങനെ മറ്റാളെ രക്ഷിക്കുന്നത് നമ്മൾ നോക്കണം. കൊന്നിട്ട് എന്ത് രക്ഷിക്കാനാ? കയ്യും കാലും ഒടിക്കാൻ പാടുള്ളൂ, കൊല്ലാൻ പാടില്ല. അടിച്ചു വരുന്ന സാധനത്തിന് ചൂലിന്റെ ഈർക്കിലേ ഈർക്കിൽ വെച്ച് കയ്യും കാലും ഒടിച്ചു കളയാം. കയ്യും കാലും ഒടിച്ചു കളയുമ്പോ സ്വാഭാവികമായിട്ടും ബാക്കി ഉറുമ്പുകൾ വരും. അപ്പൊ നമ്മൾ അവരെയും കൊല്ലണം. എല്ലാവരെയും കൊല്ലരുത്. 1-2 ഇതുപോലെ ഇങ്ങനെ കയ്യും കാലും ഒടിച്ചു കളയാം. അപ്പൊ നമ്മൾ കാണാം അവരുടെ സ്നേഹം. സ്നേഹം മോനെ. റേസിക്കട പണ്ടത്തെ ഇതുപോലത്തെ ഒരു ഹോബി അറിയോ നിനക്ക്? റേസ് പണ്ട് ഓടി പുറത്തു പോയിട്ടുണ്ടല്ലോ, കോളിംഗ് ബെൽ അടിച്ചിട്ട് തിരിച്ചകത്ത് പോയി ഓടിച്ചിരിക്കും. കള്ളനായിട്ട് എന്റെ ബാല്യകാല ഒരു സംഭവം. ഒരാൾ ഉറുമ്പിനെ കൊല്ലുക, ഒരാൾ കോളിംഗ് ബെൽ അടിക്കുക. അമ്മാസ് ബിരിയാണി ചെമ്പില് തലയില്ല. വീട്ടിലെ കോഴി ഓടിച്ചിട്ട് തല്ലിക്കൊന്ന് കറി വെക്കും. ഇതൊക്കെയായിരിക്കും അമ്രാസിന്റെ പരിപാടി. മോനെ, കോഫി കൊള്ളില്ലേലും കോഫി ഇളക്കാൻ തന്ന കമ്പ് കൊള്ളാം കേട്ടോ. സീൻ കനം നമുക്ക് നല്ല മുളയാണെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ച് പൈസ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടിട്ട് ഞാൻ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാ മ്യൂച്വൽ ഫണ്ടിൽ. അതല്ല, 200 രൂപ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. അവളെ കൊണ്ട് സാധാ പോത്തങ്ങാനായിരിക്കും. ഗൈസ്, നമ്മൾ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആരോ ട്രെയിനിന് ചെയിൻ വലിച്ച് ഒരു ചേച്ചി കുട്ടി എന്തോ പ്ലാറ്റ്ഫോം മാറിയിട്ട് കുട്ടിയുടെ അമ്മ ചെയിൻ വലിച്ചതാ. വണ്ടി ഇപ്പോൾ വഴിയിൽ പിടിച്ചിട്ടേക്ക് സീനായിട്ടുണ്ട്. എനിവേ, നമുക്ക് പിസ്സ കഴിക്കാം. 2 മിനിറ്റിന്റെ ഗ്യാപ്പിലാണ് അടുത്ത ട്രെയിൻ തന്നെ. കോൺവൊക്കേഷൻ പോകുമ്പോൾ ഒരുമിച്ച് പോവാം എന്ന് പറഞ്ഞിട്ട് അക്സബാബുനെ കൊണ്ട് ഈ സെയിം ട്രെയിന് ടിക്കറ്റ് എടുപ്പിച്ചായിരുന്നു. അതിന്റെ ഇടയ്ക്ക് 2 ദിവസം മുന്നേ അച്ചൂട്ടൻ തിരുവനന്തപുരത്ത് ഇരുന്നു. എന്നിട്ട് തിരുവനന്തപുരത്ത് വെച്ച് എന്നെ പോലിരിക്കുന്ന ഒരു പയ്യനെ കണ്ട് റാൻഡായിട്ട് കണ്ടപ്പോൾ ഫോട്ടോ എടുത്ത് അക്സയ്ക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇടി അക്സ, നിന്നെ ഇവൻ പറ്റിച്ച്, നിന്നോട് പറയാതെ നേരത്തെ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ട്, അതായതാന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് അവളെ വിശ്വസിച്ച് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പിണങ്ങിയിരിപ്പുണ്ട്. 2 മണിയാകുമ്പോൾ എറണാകുളം ടൗണിൽ നിന്ന് അവള് കയറും. അപ്പൊ നമുക്ക് പോയിട്ട് അക്സബാബിന് സർപ്രൈസ് കൊടുക്കാം. എങ്ങനെയുണ്ട്? സെറ്റല്ലേ?
അക്സബാബു ഞാനൊന്നും പറഞ്ഞില്ലേ. ആരെങ്കിലും നീ അല്ലാതെ വേറെ ആരും ഇതൊക്കെ വിശ്വസിക്കുമോ? മോന്ത് നാട്ടെ. ഗൈസ്, അക്സബാബ് സർപ്രൈസ് ആയത് കിട്ടിയില്ല. ഞാൻ ഇപ്പുറത്ത് നിന്നപ്പോൾ അപ്പുറത്തൂടെ വലിഞ്ഞു കയറി വന്നു. എന്താ മോളെ സ്ട്രീറ്റ് ഒക്കെ ചെയ്ത്. വലിയ കുഴപ്പമില്ല കേട്ടോ. ഫോട്ടോ കണ്ടത്ര വൃത്തിയായിട്ടില്ല. നമ്മളങ്ങനെ തിരുവനന്തപുരത്ത് എത്തിയിരിക്കാനും. നമ്മളാസേ മാസങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്ത് കാലുകുത്തിയതിനെ പറ്റി എന്താ പറയാനുള്ളത്? നല്ല ചൂട്. സമയത്ത് ബാംഗ്ലൂരാണ് തണുത്ത് വിറക്കുക. ഗൈസ്, അക്സബാബിന്റെ റിയാക്ഷൻ ഇന്നലെ എടുക്കാൻ പറ്റിയില്ലപ്പാ. എനിക്ക് എന്താ വേണ്ട? ഇങ്ങത്താ ഇതിനെയൊക്കെ കെട്ടിയിരുന്ന് വെച്ചുകൊണ്ട് കൊണ്ട് നടക്കുക വേണം. ഇരുട്ടായതുകൊണ്ട് അക്സബാബിന്റെ റിയാക്ഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല. എന്തൊക്കെയോ വിളിച്ചു പോകുന്നതായിട്ട് അല്ല റൈസേ? എന്തൊക്കെയാ പറഞ്ഞേ? ഇന്നലെ ആദ്യോ ഗൈസ് വന്ദേ ഭാരത്. പൈസക്കാർക്ക് എന്തോ ആകാലോ. ഓവർ ടൈം ഒക്കെ വർക്ക് ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവർക്ക് ആകാലോ. രാത്രി ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല. അതിന്റെ കൂടെ രാവിലെ കോൺവൊക്കേഷനും. അതാ നമുക്ക് അവന്മാരെ കൂടെ പ്രസംഗം ആണോ? ഒരുമിച്ച് കോൺവൊക്കേഷൻ കഴിഞ്ഞ് പോയി കിടന്നുറങ്ങണം. നമ്മൾ വിളിക്കാൻ എന്ത് റച്ചൂട്ടനും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവന്മാരെ പോയി കണ്ടുപിടിക്കട്ടെ. ഇതും തടിച്ചു. സഞ്ജന പി നായർ. നായരാണോ നമ്പ്യാരാണോ എന്ന് അറിയത്തില്ല. നായരാണെന്ന് തോന്നുന്നു. ജാതി നോക്കി പ്രേമിച്ചോ? കുഴപ്പമില്ല. ദിനേശിന്റെ കണ്ണിൽ എന്തോ തിളങ്ങിയത് കണ്ടോ? രാവിലെ നീറ്റില്ലടാ എന്റെ നിക്കറൊക്കെ ഇറങ്ങിയേക്കുന്നു. ബർഗർ നിക്കർ ആ ഹോട്ടി തുടാസ് ഒന്ന് കാണിക്കും. എന്തിന് ഒന്നും കാണിക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ പലതും കാണിച്ചു തന്നിരിക്കും പറഞ്ഞ് വഴിയെ പോകുന്നവരുടെ എല്ലാവരും തുടയൊന്നും കാണിക്കൊന്നും പറ്റില്ല. അച്ചൂട്ട വന്നു. അച്ചൂട്ട കൈനസിൽ വരുന്ന വരവ് നോക്ക്. വള്ളി പാൻറ്റും വള്ളി നിക്കർ. ഇതെന്താടാ മാന്റെ കൊമ്പോ? അച്ചൂട്ടനല്ല, അച്ചൂട്ടന്റെ ചേട്ടൻ. എന്റെ വ്യൂവേഴ്സ് വെറുതെ തെറ്റിദ്ധരിക്കും. പിന്നെ ഫിൻലൻഡിലൊക്കെ എന്റെ പണിയൊക്കെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് കാണിച്ചാലും എന്തേ സീൻ സാധനല്ലേ ഇത് ബദൂക്ക. അച്ചൂട്ടൻ കേസ് ഹായ് കാലൊക്കെ കാണിക്കും. കേസിന്റെ ഷൂ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഏതായിരുന്നു ബാച്ച്? 21, 23 21, 23 MCA ബാച്ചായി. ഞങ്ങളുടെ കോൺവൊക്കേഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ബാക്കി എല്ലാവരും ഉണ്ട്. നമ്മൾ PG-ക്കാർക്ക് അവർ രാവിലെ കൊണ്ടുവച്ച് അത് വല്ലാത്ത ചെയ്ത്തായി പോയി. ഇപ്പോൾ രാവിലെ വന്നിട്ട് ഒന്ന് ഉറങ്ങാൻ പോലും സമയമില്ല. നേരെ കോൺവൊക്കേഷൻ വെച്ച് പിടിക്കണം. എന്തായാലും നമുക്ക് കോൺവൊക്കേഷൻ പോയി അറ്റൻഡ് ചെയ്തിട്ട് വരാം. അബീത്ത് കേസ് വന്നിട്ടുണ്ട് എന്നെ കൊണ്ടുപോകാനായിട്ട്. മോനെ കുറെ നാളായി കോളേജൊക്കെ കണ്ടിട്ട്. കോളേജിൽ പോയി ഓർമ്മകൾ അയവിറക്കട്ടെ. ഗുർഗാവിൽ നിന്ന് ആശാദല എഴുന്നള്ളിയിട്ടുണ്ട്. അമ്മേ എന്താ? നോക്ക് ജഡ്ജി ലുക്ക് ഉണ്ട്. ഇവിടെയാണ് നമുക്ക് ഫുഡൊക്കെ ഇവർ സെറ്റാക്കിയേക്കുന്നത്. ഒടിഞ്ഞ ചൂട്. ഒരു വെയിലത്ത് നിന്ന് ഫോട്ടോഷൂട്ട്. അതിന്റെ കൂടെ 1/2 കിലോമീറ്റർ നടക്കണം പരിപാടി നടക്കുന്ന സ്ഥലത്ത് പോയി. സർവ്വസാധാരണ സഭ ഒന്നും മിണ്ടുന്നില്ലല്ലോ. സഭ പിണങ്ങി. കോഴിക്കുഞ്ഞിനെ വേണോ? വറുത്ത് തിന്നാം. എന്ത് കണ്ടാലും വറുത്ത് തിന്നാൻ തോന്നുന്നു. പ്രത്യേകതരം സ്വഭാവമാണ്. തീറ്റ എന്നുള്ള വിചാരം പോയി വാങ്ങട്ടെ. അപ്പൊ ഇതിൽ ഞാൻ തന്നെ ഉണ്ടോന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോഴാണോ നീ ഉണ്ടോന്ന്? എങ്കിൽ മാറിയില്ല പോ. എങ്കിൽ ആശ തരാം. നീ വാ. ഫോട്ടോയിട്ടിട്ട് തെറി വിളിക്കുന്ന നോക്ക്. ഇവിടെയാണ് നമ്മുടെ അവാർഡ് ദാനം. കോൺവൊക്കേഷൻ അവാർഡ് വാങ്ങുന്ന ഈ അവസരത്തിൽ എന്താ പറയാനുള്ളത്? സന്തോഷം. പിന്നെ ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. എന്റെ ഡാം പോയെ കണ്ടു, ഇവിടെ എല്ലാരെയും കണ്ടു. ഭയങ്കര സന്തോഷം. ഇത് കഴിഞ്ഞിട്ട് വേണം പോയി ഫുഡ് കഴിക്കാൻ. എനിക്ക് നിർബന്ധമുണ്ടോ? സംഭവം കോൺവൊക്കേഷനൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല. ഇവിടെ രാവിലെ വന്നു, കോട്ട് കിട്ടി, ഫോട്ടോ എടുത്തു, ചായ തിരിച്ചു, വട തിന്നു. ഇനി അവാർഡ് കിട്ടും, ചോറ് തിന്നും. ഇത്രേ ഉള്ളു പരിപാടി. അല്ലാതെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വെയിലത്തോടെ നടക്കുക. ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ പോയി അവാർഡ് മേടിച്ചിട്ട് വരാം. മോനെ സാധനം കിട്ടി ഗൈസ്. സാധനം കിട്ടി. സീൻ തന്നെ. എന്തേ മെഡലൊക്കെ ഉണ്ട്. ഇതൊന്ന് തുറന്നേ കാണിച്ചു തരാം. എൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചു തരാം ഗൈസ്. ഇത് നോക്ക്. മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് മടക്കി സക്സസ്ഫുള്ളി MCA ഗ്രാജുവേറ്റ് ആയിരിക്കണം. ഇനി എന്തൊക്കെയോ ഓത്തൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. സത്യപ്രതിജ്ഞയൊക്കെ ചെയ്ത് ഈ തൊപ്പിയുടെ വാല് ഇടത്ത് വശത്തുനിന്ന് വലത്ത് വശത്താക്കിയിട്ടേ നമ്മൾ ഇതിനകത്തുനിന്ന് എടുത്തുള്ളൂ. ചടങ്ങ് പരിപാടിയാണ്. എന്തുണ്ടാ മിത്ത? എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക്? നിന്റെ ഷോർട്ട് ഫിലിം ഇറങ്ങിയ? അതെന്നാ ഇറങ്ങുന്നേ?
ഗൈസ് ചെറുക്കൻ്റെ ഷോർട്ട് ഫിലിം വരുന്നുണ്ട്, ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. പോയി പ്രതിജ്ഞ ചെയ്യട്ടെ. Guys, we have officially എന്താന്ന് പറഞ്ഞത് officially become a graduate. അങ്ങനെ കോൺവൊക്കേഷൻ എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിച്ചു. ഫുഡ് കുഴപ്പമില്ല, പക്ഷേ ഡീഹൈഡ്രേഷൻ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ BBGയിൽ പോയി ഒരു ഷേക്ക് കുടിക്കാം. ഷേക്ക് വേണ്ട, ഭയങ്കര തണുപ്പാ, സാനിറ്റൈസേഴ്സ് ഉണ്ട്. ഷേക്ക് കുടിക്കാൻ പറ്റില്ല. ലൈമ് കുടിക്കാം, ലൈമ് അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം കുടിക്കാം. ഷേക്ക് കഴിച്ച് ബാക്കി എന്തും കുടിക്കാം. എന്നിട്ട് നല്ല ക്ഷീണമുണ്ട്, പോയി ഫ്ലാറ്റിൽ പോയി കിടന്ന് ഉറങ്ങട്ടെ. പോയിട്ട് ഉറങ്ങിയിട്ട് വൈകിട്ട് രാത്രി കോളേജിൽ തണ്ടിറങ്ങാം. ഗൈസ്, പിന്നീട് എൻ്റെ തലവേദന വളരെയധികം കൂടി, എനിക്ക് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. വൈകിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ MCA ഗ്യാങ് എല്ലാവരും കൂടെ സംസം റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഷവായ, അൽഫാം, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ബാസിൽ വന്ന് എൻ്റെ മയണൈസൊക്കെ കട്ടുകൊണ്ട് പോകുന്നുണ്ട്, ബ്ലഡി ഫുൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ, അച്ചൂട്ടൻ, വർണ്ണ, അക്സ, ഞങ്ങൾ 4 പേരും കൂടെ സംസമിൻ്റെ തന്നെ ബൺ കഫേ എന്ന് പറഞ്ഞ സ്റ്റോറിൻ്റെ അവിടെ കയറി. അവിടുന്ന് ഞങ്ങൾ ബട്ടർ കുക്കി ബണ്ണ് വാങ്ങിച്ചു. അച്ചൂട്ടനും വർണ്ണ അത് നേരത്തെ കഴിച്ചിട്ടുണ്ട്. ഞാനും അക്സയും ഫസ്റ്റ് ടൈമാണ് അത് കഴിക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്ഥിരം പോകുന്ന മറ്റൊരു കടയായിട്ടുള്ള താവൂസ് കഫേയിൽ പോയി. അവിടുന്ന് അച്ചൂട്ടൻ്റെ സ്ഥിരം ബ്ലൂ ക്രഷർ ഒക്കെ വാങ്ങി കുടിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഞാൻ ഡെഡായിരുന്നു, ഞാൻ ഫുൾ ഡേ കിടന്ന് ഉറക്കമായിരുന്നു. അത് കാരണം വീണ്ടും വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ ദിവസം ഞങ്ങൾ തിരിച്ച് വണ്ടി കയറി. കോൺവൊക്കേഷൻ എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർക്ക് യാത്രയാവുകയാണ്. ലൈഫ് അപ്ഡേറ്റ്സ്. തലവേദന കുറവുണ്ട്, ആൻറ്റിബയോട്ടിക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് ചുമച്ച് തുപ്പിപ്പോൾ ചോര വന്നു.